സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആരതി ആദ്യമായി തന്നെ വിസ്തരിക്കാനായിട്ട് കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ അജിത്തിനെ ചോദ്യം ചെയ്യണമെന്ന് പറയുവാണ്. അതിനുള്ള പെർമിഷൻ കോടതിയിൽ നിന്നും വാങ്ങുവാൻ കേട്ടോ. അങ്ങനെ അജിത്തിനെ പ്രതികൂട്ടി കെട്ടി നിർത്തിയുവാണ് ആരതി. എന്നിട്ട് ചോദിക്കുക, അല്ല പ്രിയങ്കയുടേത് ഒരു കൊലപാതകമായിരുന്നോ? അതെങ്ങനെയാണ് നിങ്ങൾ കൊലപാതകമാണെന്ന് ഉറപ്പിച്ചത്? അത് പിന്നെ പ്രിയങ്കയുടെ ബോഡി കിട്ടിയ സ്ഥലത്ത് നിന്ന് ലഭിച്ച സാഹചര്യ തെളിവുകളും പിന്നെ പ്രിയങ്കയെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളും കിട്ടി. അതിൽ നിന്നെല്ലാം ഞങ്ങൾ അങ്ങനെ ഒരു നിഗമനത്തിലെത്തി. ശരി, ആ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മുഖം മൂടിയിട്ട് കുറച്ച് ആൾക്കാരാണ് പ്രിയങ്കയെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോകുന്നതായിട്ട് ആ CCTV ദൃശ്യത്തിലുള്ളത്. അത് എങ്ങനെയാണ് ഗവൺമെൻറ് രാധികം ചേർന്ന് ഏർപ്പാടാക്കിയ ആളുകളാണെന്ന് നിങ്ങൾ സ്ഥിരീകരിച്ചത്? അത് സ്ഥിരീകരിക്കാവുന്ന തരത്തിൽ എന്ത് തെളിവാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? അന്നേരം അജിത്ത് പറയണേ, അതുമാത്രമല്ലല്ലോ, പിന്നീട് പ്രിയങ്കയുടെ ബോഡി ഇവർ തിരിച്ചറിഞ്ഞതിന് ശേഷം ആ ബോഡി വീട്ടുകാരും അറിയിക്കാതെ ഇവരെ ദഹിപ്പിക്കാൻ ശ്രമിച്ചു. മാത്രമല്ല, രണ്ടുപേരുടെയും വീട്ടിൽ പ്രിയങ്ക സിനിമയിൽ അഭിനയിക്കാൻ പോയിരുന്നു കള്ളം പറഞ്ഞു. ഇതിൻ്റെ എല്ലാം അർത്ഥം ഇവരെന്തോ ഒരു വലിയ രഹസ്യം ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തന്നെയല്ലേ? അന്നേരം അത് കേട്ടിട്ട് ആരതി പറയണേ, ശരിയാ, സാഹചര്യ തെളിവുകളെല്ലാം ഇവർക്കെതിരെ തന്നെയാണ്. വരുണും രാധികയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പ്രിയങ്ക ഒരു തടസ്സമാണ്. അങ്ങനെയുള്ളപ്പോൾ പ്രിയങ്കയെ കൊന്നുകളയാം, അതിന് പിന്നിൽ അവരായിരിക്കാം എന്ന് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ മറ്റൊരു രീതിയിലും കൂടി ഇതിനെ ചിന്തിച്ചൂടെ? തൻ്റെ ഭർത്താവും സഹോദരിയും തമ്മിലുള്ള ബന്ധം കണ്ട് സഹിക്കാനാവാതെ പ്രിയങ്ക ആത്മഹത്യ ചെയ്തതും ആയിക്കൂടെ? എന്തുകൊണ്ട് അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ചില്ല? പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, പ്രിയങ്ക മരിച്ചു എന്നുള്ള വിവരം മറച്ചു വെച്ച് വീട്ടുകാരെ ആരും അറിയിക്കാതെ ഇവർ ബോഡി ദഹിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ആ സംസ്കാര ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് വരുണിൻ്റെ ചെറിയച്ഛനായ ചന്ദ്രശേഖരനല്ലേ? അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ചന്ദ്രശേഖരനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല? എന്തുകൊണ്ടാണ് ചിലരെ മാത്രം കൊടുക്കാനായിട്ട് CSR ശ്രമിച്ചത്, മറ്റു ചിലരെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ്? അന്നേരം അതിന് ഉത്തരവില്ലാതെ പതറി നിൽക്കുവാണ് അജിത്ത്. ഈ സമയം ചന്ദ്രശേഖരനും ടെൻഷനോട് കൂടി നിൽക്കുവാണ്. അങ്ങനെ ആതിരയുടെ വാദത്തിൽ ഒരു കോൺഫിഡൻസും ധൈര്യമൊക്കെ കിട്ടിയതുപോലെ സന്തോഷിച്ച് നിൽക്കുവാണ് വരുണും രാധികയും ഷ്യാമയും സൂര്യയുമൊക്കെ. ഈ സമയം മുത്തശ്ശിയുമായിട്ട് ടെൻഷനിലവിടെ ഇരിക്കുന്നുണ്ട്. പിന്നീട് ആരതി ചോദിക്കുക, അല്ല അതിരിക്കട്ടെ, പ്രിയങ്കൻ്റെ ബോഡി ആദ്യമായിട്ട് കണ്ടത് ആരാണ്? ആദ്യമായിട്ട് കണ്ടത് ഒരു ആക്രിക്ക് പെറുക്കാവുന്ന ചെക്കനാ. അല്ല, ആ പയ്യനെ നിങ്ങളെ ചോദ്യം ചെയ്തായിരുന്നു? അവനെ പിന്നീട് കണ്ടില്ല. അവിടെയുള്ള ആൾക്കാർ പറഞ്ഞാണ് അങ്ങനെ ഒരുത്തനെ കണ്ടതെന്ന് ഞങ്ങൾ അറിഞ്ഞത്. എന്നിട്ട് നിങ്ങൾ അയാളെ കണ്ടെത്താൻ ശ്രമിച്ചില്ലേ? പ്രിയങ്കൻ്റെ ബോഡി ആദ്യമായിട്ട് കണ്ട ദൃക്സാക്ഷിയെ നിങ്ങൾ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല അല്ലേ? അല്ല, പ്രിയങ്കയെ വീട്ടിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ ആ മുഖം കൂടിയിട്ട ഗുണ്ടകൾ, അവരെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചോ? അവരെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശരി, അപ്പോൾ അതും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ നിങ്ങളെ വരുണൻ രാധികയുമാണ് പ്രിയങ്കയെ കൊന്ന് കത്തിച്ചു കളഞ്ഞെന്ന് ഉറപ്പിച്ച് അന്വേഷണ റിപ്പോർട്ട് വരെ തയ്യാറാക്കി കഴിഞ്ഞു അല്ലേ? ശരി, എനിക്ക് താങ്കളോട് കൂടുതലൊന്നും ചോദിക്കാനില്ല. യുവർ ഓണർ, ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വിട്ടുപോയ വളരെ പ്രധാനപ്പെട്ട ഒരാളെ വിസ്തരിക്കുന്നതിന് വേണ്ടി കോടതി എനിക്ക് അനുവാദം നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ സമയം പ്രോസിക്യൂഷൻ വക്കീൽ പറയണേ, ഈ നിൽക്കുന്ന പ്രതികൾ രണ്ടുപേരും നിരപരാധികളാണെന്ന് തെളിയിക്കാൻ വക്കീൽ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അതിനുവേണ്ടി ഇല്ലാത്ത സാക്ഷികളെയൊന്നും കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അന്നേരം ആരതി പറയണേ, ഇല്ലാത്ത സാക്ഷികളല്ല, ഇതെല്ലാം കണ്ട യഥാർത്ഥ ദൃക്സാക്ഷിയാണ് ഞാനിപ്പോൾ കോടതിയിൽ വിസ്തരിക്കാൻ പോകുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടില്ല എന്ന് പറഞ്ഞാൽ വിട്ടുകളഞ്ഞ പ്രിയങ്കൻ്റെ ബോഡി ആദ്യമായിട്ട് കണ്ടെത്തിയ ആ ആക്രി വെറുക്കുന്ന പയ്യൻ അഖിൽ, അയാളെ വിസ്തരിക്കണമെന്ന് കോടതിയോട് ഞാൻ അപേക്ഷിക്കുവാണ്. അങ്ങനെ കോടതി അതിനുള്ള അനുമതി നൽകുവാണ് കേട്ടോ. ഈ സമയം ആ പയ്യൻ പ്രതിക്കൂട്ടി വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം ആരതി അയാളെ ചോദ്യം ചെയ്യുവാണ്, നിങ്ങളാണോ പ്രിയങ്കയുടെ ബോഡി ആദ്യമായിട്ട് കണ്ടത്? അത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത്? അത് കണ്ടപ്പോൾ ഞാൻ വല്ലാതെ അങ്ങ് ഭയന്നുപോയി. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. അല്ല, ആ ബോഡിയുടെ അരികിൽ നിന്നും എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ? വസ്ത്രമോ മൊബൈൽ ഫോണോ അങ്ങനെ എന്തെങ്കിലും? ഈ സമയം പ്രോസിക്യൂഷൻ വക്കീൽ പറയണേ, യുവർ ഓണർ, കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രതിഭാഗം വക്കീൽ ശ്രമിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനോ അവിടെയുള്ള മറ്റാരോ കണ്ടിട്ടില്ലാത്ത ഒരാളെ ഇയാളാണ് ആ ആളെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് നിർത്തുന്നു. ഇതിപ്പോൾ വേറെ ആരെ വേണമെങ്കിലും കൊണ്ടുവന്ന് ഇതുപോലെ നിർത്താമല്ലോ. നമ്മളാരും കണ്ടിട്ടില്ലല്ലോ ആളെ. ഇത് തന്നെയാണ് യഥാർത്ഥ ദൃക്സാക്ഷി എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും തെളിവ് ഡിഫൻസ് വക്കീലിൻ്റെ കയ്യിലുണ്ടോ? അന്നേരം ആരതി പറയണേ, ഉണ്ട്, ശക്തമായിട്ടുള്ളൊരു തെളിവ് തന്നെയുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനായ അജിത്ത് ഒരിക്കലും പുറകെ പോയിട്ടില്ലാത്ത പ്രിയങ്കയുടെ നഷ്ടപ്പെട്ടു പോയ മൊബൈൽ ഫോൺ. പ്രിയങ്കയെ കാണാതായ അന്ന് മുതൽ ഈ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അടുത്തൊരു ദിവസമാണ് ഈ ഫോൺ ഓണായത്. അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഫോൺ ട്രാക്ക് ചെയ്തതും അതിലൂടെ അഖിലിനെ കണ്ടെത്തിയതും. ഇതാണ് ആ ഫോൺ, അത് ബഹുമാനപ്പെട്ട കോടതിക്ക് പരിശോധിക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് ആ ഒരു ഫോൺ കോടതിയെ ഏൽപ്പിക്കുവാണ്. അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുവാണ്ടോ വരുണിൻ്റെ രാധികയെ. ഈ സമയം ആരതി പറയുന്നുണ്ട്, ഇതിലുള്ള
പ്രിയങ്കയുടെ കോൾ ഹിസ്റ്ററിയും മറ്റു ഡീറ്റെയിൽസും ഒക്കെ പരിശോധിക്കാനായിട്ട് ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ അജിത്തിനെ തന്നെ സമീപിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അയാൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം ചിലപ്പോൾ മറ്റു രീതിയിലേക്ക് തന്നെ തിരിച്ചുവിടാൻ ശ്രമിക്കുമെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ACP സാറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഫോണിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചതും അതിലൂടെ പ്രിയങ്ക അവസാനമായിട്ട് വിളിച്ച കോളുകളും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ കണ്ടെത്തിയത്. ഇതിലെ പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോകുന്നതിന് ഏതാണ്ട് നിമിഷങ്ങൾക്ക് മുമ്പ് വരെ പ്രിയങ്ക ഒരു നമ്പറിലേക്ക് തുടർച്ചയായി വിളിച്ചിട്ടുണ്ട്. ആ നമ്പറിൽ നിന്ന് തിരിച്ചും പ്രിയങ്കയുടെ ഫോണിലേക്ക് കോളുകൾ വന്നിട്ടുണ്ട്. അതൊരു ക്രിമിനൽ സംഘത്തിൻ്റെയാണ്. അവരെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. അങ്ങനെ പ്രിയങ്ക തട്ടിക്കൊണ്ടുപോകാനായിട്ട് ഏർപ്പാടാക്കിയ ആ ഗുണ്ടകളുണ്ടല്ലോ, അവരും കോടതിക്ക് മുമ്പിലേക്ക് വരുവാണ്. അങ്ങനെ അവരെയും ആരതി ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയ 12:15 12:30 ഇടയ്ക്ക് പ്രിയങ്കയുടെ ഫോണിൽ നിന്ന് ഈ നിൽക്കുന്ന അജയൻ്റെ ഫോണിലേക്ക് ഫോൺ കോൾ വന്നിട്ടുണ്ട്. അജീഷ് തിരികെ പ്രിയങ്കയുടെ ഫോണിലേക്കും വിളിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു നിങ്ങൾ പ്രിയങ്ക കോണ്ടാക്ട് ചെയ്തത്? അത് പിന്നെ പ്രിയങ്കയെ മൂക്കുമുടിയൊക്കെ ധരിച്ച് വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകണമെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതിനുള്ള പണമെല്ലാം തന്നത് പ്രിയങ്ക തന്നെയായിരുന്നു. അങ്ങനെ ആ കുട്ടിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ അവിടെ എത്തിയതും അവിടെ നിന്ന് പ്രിയങ്ക പറഞ്ഞതുപോലെ ഞങ്ങൾ അവളെ കടത്തിക്കൊണ്ട് പുറത്തേക്ക് വന്നതും. എന്നിട്ട് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പണം തന്നു. പ്രിയങ്ക അവിടെ നിന്നും പോയി. പിന്നീട് ആ കുട്ടിക്ക് എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. സിനിമയിൽ അഭിനയിക്കണമെന്നോ മറ്റോ ആണ് ഞങ്ങളോട് പറഞ്ഞത്. അതേട്ട് കോടതിയിലുള്ള എല്ലാവരും ഷോക്കായി നിൽക്കുവാണ്ടോ. ഈ സമയം ആരതി പറയണേ, ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാവർക്കും ചെറിയ ചില കാര്യങ്ങളിൽ സംശയം ഉണ്ടാകും. ആ സംശയങ്ങൾ മാറ്റാനായിട്ട് പ്രിയങ്കയുടെ ഏറ്റവും അടുത്ത പ്രിയങ്കൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശിയെ തന്നെ ചോദ്യം ചെയ്യാനായിട്ട് കോടതി അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അല്ല, അവരിപ്പോൾ ഈ കോടതിയിലുണ്ടോ? ഉണ്ട്. അങ്ങനെ മുത്തശ്ശിയെയും ചോദ്യം ചെയ്യാനുള്ള അനുമതി ആരതിക്ക് നൽകുവാണ്ടോ ജഡ്ജി. അങ്ങനെ സുകുമാരി അമ്മയെ പ്രതികൂട്ടി കയറ്റി നിർത്തുവാണ്. അങ്ങനെ മുത്തശ്ശിയെ കാണുന്നതും ആരതി ആദ്യം തന്നെ ചോദിക്കുന്നത് വരുണിൻ്റെയും പ്രിയങ്കയുടെയും കല്യാണം നടന്ന ദിവസത്തെക്കുറിച്ചാണ്. വരുണിൻ്റെയും പ്രിയങ്കയുടെയും കല്യാണം നടന്ന ദിവസം വരുൺ പ്രിയങ്കയുടെ കഴുത്തിൽ താലി കെട്ടേണ്ട ആ മുഹൂർത്തത്തിൽ ആ സമയത്ത് പ്രിയങ്ക കല്യാണ മണ്ഡപത്തിലുണ്ടായിരുന്നു എന്ന് മുത്തശ്ശി പറയുവാണ്. അത് കേട്ട് ആരതി വീണ്ടും ചോദിക്കണേ. അന്നേരം ആരതി പറയണേണ്, അല്ല അന്നേ ദിവസം തന്നെ ഒരു സിനിമയുടെ പൂജ ഫംഗ്ഷൻ നടന്നിരുന്നു. ആ ഫംഗ്ഷനിൽ പ്രിയങ്ക അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പൂജവെപ്പ് കർമ്മം വരുണിൻ്റെയും പ്രിയങ്കയുടെയും അതേ വിവാഹ മുഹൂർത്തത്തിൽ തന്നെയായിരുന്നു നടന്നത്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് പ്രിയങ്ക വിവാഹ മണ്ഡപത്തിലും ആ പൂജാ ഫംഗ്ഷനിലും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നത്? അതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരൂ. അങ്ങനെ ആരതിയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരമില്ലാതെ വളർത്ത് നിൽക്കുവാണ് കേട്ടോ മുത്തശ്ശി. അതെല്ലാം കണ്ട് സത്യം പുറത്തു വരുന്നതിൻ്റെ സന്തോഷത്തിലാണ് വരുണും രാധികയൊക്കെ. അങ്ങനെ ഉത്തരം മുട്ടി ടെൻഷനിൽ നിൽക്കുന്ന മുത്തശ്ശിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്